ഇല്ലേ? കറക്റ്റ് വീട് തന്നെയാണല്ലോ. പിന്നെ എന്താ പറയണ്ടേ? പറഞ്ഞോളാ ാണ് തൊള്ള കിട്ടൂല. തുടക്കം കണ്ടോ? വരാം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞില്ല. അല്ലേ നിങ്ങളെ കാര്യമല്ലേ? അല്ല നിങ്ങളെ കാര്യമല്ലേ? ഞങ്ങൾക്ക് നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ. അമ്മേ മുകളോട് വരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളല്ലേ പറയേണ്ടത്? മുകളോട് ഞങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ. അല്ല നിങ്ങളിവിടെ പറയേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറയണമെന്ന് പറഞ്ഞത്. നിങ്ങൾ പറയാത്ത എന്താ? പറയേണ്ട കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ലേ? പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞില്ല കേട്ടോ. അതൊന്നുമല്ല. നിങ്ങൾ കൊലക്കാണ്ട് വർത്തമാനം പറയില്ല. പിന്നെ ഞായറാഴ്ച ലീവാക്കണം. പിന്നെ ആരാമെന്ന് നോക്കിയാൽ വൈദ്യശാല എല്ലാം തോന്നുന്നുണ്ട്. പിന്നെ ഈ ചുമര് ഇവിടെ വേണ്ട. ഇതിനൊരു ബോർഡ് പുറത്തിറങ്ങി നടക്കുന്ന ഞങ്ങളാ. പുറത്തിറങ്ങി നടക്കണ ഞങ്ങളാ. അത്രയും ചീത്തപ്പേര് ഇങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചണം. ഇങ്ങളായിട്ട് ഉണ്ടാക്കി തന്നെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്ന് ഇവിടെ പണിക്ക് വന്നോ അന്ന് മുതൽ ചീത്തപ്പേര്. ഇപ്പൊ ബുദ്ധിക്കുമ്പോഴേ തോന്നുള്ളൂ. അന്ന് ഞങ്ങൾ രണ്ടിലും മൂന്നിലും പഠിക്കുന്ന മക്കളാവുന്ന എന്തെങ്കിലും ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്ത് വരണ്ടെന്ന് പറയാ? അത് ഞങ്ങൾ പറഞ്ഞോളാം. അത് വരാതൊക്കെ ഉണ്ടോ ഞങ്ങൾ നോക്കിക്കോളാം. അത് സീനില്ല. ഇതിന്റെ കാര്യങ്ങളാ തീരുമാനിക്കേണ്ടത്. ഇങ്ങനെ ഒറ്റടിക്ക് ഇപ്പൊ ഒന്നുമില്ല. നിങ്ങൾ ഇതിനൊന്നും ബാധിക്കാത്ത ഒരാളാണെന്നുള്ള ലെവലിൽ നിങ്ങളിപ്പോ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല. ഇന്നതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മാതിരി ഞങ്ങളിപ്പോ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇന്റെ സ്ഥാപനമാണ്. അമ്മ ഇവിടെ വരണ്ടേ എന്നുള്ള തീരുമാനിക്കേണ്ട അമ്മയാണ്. അങ്ങനെ ഞങ്ങളിപ്പോ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിലൊരു ബന്ധമില്ല. ഇതൊക്കെ ബിൽഡിംഗ് അല്ല അമ്മ ഞങ്ങളോട് പറഞ്ഞത് അമ്മേന്റെ പീഡിയാന്നുള്ള ലെവലിലാണ്. അമ്മ ഈ അടുത്തും കൂടി ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പീഡിയായിട്ട് ഒരു സ്ഥാപനമായിട്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് തോന്നണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാണുന്നവർക്ക്. കാരണം ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓക്കെ, ഇവിടെ ഓക്കെ, ഇതൊരു സ്ഥാപനമാണ്. പക്ഷെ തൊട്ടപ്പുറത്തെ റൂം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന റൂമും തന്നെയാണ്. പക്ഷെ അതൊരു സ്ഥാപനമായിട്ട് തോന്നുന്നില്ല. അതിന്റെ അപ്പുറത്തുള്ള കണ്ടോന്റെ അല്ലേ? ഈ കണ്ടോണത്തിന്റെ വാടക കൊടുക്കുന്നത് ഇവിടെ നിന്നല്ലേ കൊടുക്കുന്നത്? അപ്പൊ ഇത് സ്ഥാപനമായിട്ട് തോന്നില്ല എന്നുള്ളത് മാത്രമല്ല. കാരണം ഞങ്ങളുടെ അമ്മ ഒരു പണിക്ക് പോവുകയാണെന്ന് പറയുന്നെങ്കിൽ അത് ഒരു സ്ഥാപനത്തിനാണ് പണിക്ക് പോകുന്നത് തോന്നുന്നു. അല്ലാതെ ഒരു പുരയിൽ ഒരാളെ ഇത് സ്ഥാപനമായിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പുറത്തുള്ളതോ? അതിന്റെ ആവശ്യത്തുണ്ട്. നിങ്ങൾക്ക് എന്താ അതിനാണോ രണ്ട് അലമാരി, അവിടെ നിറയെ ഡ്രസ്സുകൾ, അവിടെ വെച്ചുണ്ടാക്കലും തുണിയൊക്കെ? നിങ്ങളൊന്നും വേണമെന്നല്ല. നിങ്ങളോട് ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു സ്ഥാപനമാകുമ്പോ പുറത്തുനിന്ന് കാണുമ്പോ ഒരു സ്ഥാപനം തോന്നണം. സ്ഥാപനത്തിന്റെ ആയിക്കോട്ടെ നിങ്ങളായിക്കോളല്ലോ.
ആയിക്കോട്ടെ, ഞാൻ നോക്കാം. ബീഫൊന്നുമില്ലല്ലോ, ബീഫൊന്നുമില്ലല്ലോ, കഴിക്ക് ബീഫ് ഇല്ല. ആ ആയിക്കോട്ടെ. ആ ആ ഞാൻ നോക്കാം. ആയിക്കോട്ടെ, ശരി. അവിടെ കഴിഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇല്ല, 18-ാം തീയതി എവിടെ പോയത്? 18-ാം തീയതി അല്ല, നിങ്ങൾ ഇത് തീരുമാനമാക്കണം എന്തായാലും. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പേരുദോഷങ്ങൾ ഉണ്ടായതാണ്. പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് വിവരമില്ലാണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ അത്യാവശ്യം വിവരമായ ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങാൻ മാത്രം വലിപ്പായി. കാരണം മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ വലുതാവല്ലോ. നിങ്ങളിപ്പോ പ്രായമായില്ലേ, ഞങ്ങൾക്ക് പ്രായമാവുന്നുണ്ടല്ലോ. ഞങ്ങൾ അമ്മേനെ പഠിപ്പിച്ചാൽ മാത്രം മതി, അത് മാത്രം മതി. അപ്പൊ അമ്മേനെ പഠിപ്പിക്കുമ്പോൾ അമ്മയായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ആ ഓക്കെ. അല്ല, നിങ്ങൾ ബന്ധം ഉണ്ടാവില്ല എന്നല്ല, ഇതുവരെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ ഒറ്റ കാര്യം കൂടി, നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ? ഞാൻ വരും. എനിക്ക് ജീവിക്കാൻ 10 രൂപ വേണം. എനിക്ക് അത് നിങ്ങൾക്ക് ഓട്ടോറിക്ഷ കിട്ടിക്കോളൂ. ഓട്ടോറിക്ഷ മര്യാദ ഓട്ടം വെച്ചോളൂ. ഓട്ടോറിക്ഷ കൊടുത്ത രാജേഷിന് വിളിച്ചു. ആരെയും കൊണ്ടുപോയിക്കോട്ടെ, അത് നിങ്ങളെ ആവശ്യം. എനിക്കറിയാം, കാരണം ഞാൻ അറിയാത്ത കാര്യം. എന്നോട് പറഞ്ഞിട്ടല്ല ഓട്ടോറിക്ഷ വാങ്ങിയത്. ഇപ്പോൾ സതീന്റെ പേരുള്ള സാധനമാണ്. അതിന് മുകളിൽ സതീന്ന് എഴുതി വെച്ച് ഞാൻ കണ്ടുള്ളൂ. അതിനോണ്ടാണ് ഞാനത് പറഞ്ഞത്. അതിന് മുകളിൽ സതീന്നുള്ള പേര് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വാങ്ങിയതാണ്, നിങ്ങൾ വാങ്ങാത്താണെന്ന് അറിയാം. ഇനിയിപ്പോ നാളെ എന്റെ അമ്മയാന്ന് പറയുമ്പോൾ നിങ്ങളെ വേറെ ആരാണെന്ന് പറയുമ്പോൾ അതും എനിക്കറിയാം. അല്ല, അതും എനിക്കറിയാം. കാരണം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴല്ലേ ഓരോന്ന് അറിയുന്നത്. മോനിക്ക് എന്താ അറിയേണ്ടത്? മോനിക്ക് എന്താ അറിയാം? മോനി ആരാ? അല്ല, മോനി ആരാ കുട്ടനാരാന്ന് എനിക്കറിയില്ല. മോനി ഏതായാലും ഞാനും എന്റെ അമ്മയും തമ്മിലുള്ള ബന്ധത്തിനേക്കാളും കുറച്ചുകൂടി അപ്പുറത്തേക്ക് മോനും കുട്ടനും ആരായാലും എന്റെ അമ്മയായിട്ടുള്ള ബന്ധം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇതിന്റെ നേരെ അമ്മ ഓർക്ക് അമ്മയ്ക്ക് എവിടെ നിന്ന് പൈസ കിട്ടിയോ ഓർക്കാരോ എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം. എന്നോട് പറഞ്ഞിട്ടില്ല. ഓട്ടോ വാങ്ങിയത് എന്നോട് പറഞ്ഞില്ല, വാങ്ങി കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു ഞാൻ സാധനം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ മുന്നിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളായിട്ട് ഒരു ബന്ധമല്ലാന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഈ പീഡിയയിൽ നിൽക്കുന്നതാണ്, നിങ്ങളെ പീഡിയയിൽ വരുന്ന ഒരാളാണ് എൻ്റെ അമ്മ. ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ അമ്മേനോട് ഞാൻ പറഞ്ഞു, അമ്മേ ഇത്രയും കാലം വീഡിയോ പോകണമെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. അമ്മ വീഡിയോ പോയിക്കോട്ടെ, അമ്മയ്ക്ക് വീഡിയോ പോകാതെ അമ്മയ്ക്ക് സ്വന്തം ഒരു വരുമാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാലത്തോളം അമ്മ ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ഇതിന്റെ മുകളിൽ ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കാരണം എന്ന് പറഞ്ഞില്ല. ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കി. ഞാനിത് റൂം എടുത്ത കാര്യമല്ല പറയുന്നത്. ഞങ്ങളൊരു പുറമക്കാരനുള്ള രീതിയിലാണ് ഞങ്ങളോട് കാര്യം പറഞ്ഞിരുന്നത്. നിങ്ങൾ പറ്റെങ്കിൽ നിങ്ങൾ കേൾക്കാം. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പീഡിയ പോകുമ്പോൾ ഞാൻ കയറി വരുമ്പോഴാണ് ശരി, ആര് കയറി വരുമ്പോഴാണെങ്കിൽ ശരി, പീഡിയത് ഓക്കെ സമ്മതിച്ചു. പക്ഷെ തൊട്ടപ്പുറത്തെ റൂം കാണുമ്പോൾ അത് ആൾക്കാർ താമസിക്കുന്ന റൂമാണെന്ന് തോന്നുന്നുള്ളൂ. എനിക്ക് അവിടെ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ റൂം. നിങ്ങൾക്ക് നിങ്ങൾ റൂം എടുക്കണ്ട, നിങ്ങൾ റൂം ചെയ്യണം. അല്ല, ആ റൂമിന്റെ കോല എന്തോ ഒരാൾ വന്ന് നോക്കിയാൽ അവിടെ കിടന്നു പറഞ്ഞാൽ താമസിക്കുന്ന റൂമാണല്ലേ തോന്നുള്ളൂ. ഒരു സ്ഥാപനമാണ് അത്. അത് നിങ്ങൾക്കൊന്നായിട്ട് തോന്നുന്നില്ല. ഇതിന്റെ അപ്പുറത്തെ റൂം എന്താ അപ്പുറത്തുള്ള എന്താ? എനിക്ക് കണ്ടോടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. എന്റെ അമ്മ വരുന്ന സ്ഥാപനത്തിന്റെ കാര്യം എനിക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അത് മുമ്പൊക്കെ നോക്കണ്ട, അമ്മ വരുന്ന അമ്മ പോരില്ല എന്നുള്ള എനിക്കറിയാം. അത് അമ്മേന്റെ വാശി. അമ്മ വാശിക്ക് കട്ടക്ക് നിൽക്കും. ഇവർ രണ്ടാളും കൂടി പറഞ്ഞ് സെറ്റാക്കി വെച്ച ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം. എന്റെ അമ്മ ഇവിടെ എന്ത് പണിക്കാ വരുന്നത്? അല്ല, അമ്മേനോട് ചോദിക്കല്ല, നിങ്ങൾക്ക് അറിയാലോ എന്റെ അമ്മ ഇവിടെ എന്ത് പണിക്കാ? അതിനൊക്കെ അമ്മ പോരാണ്. ഇത്രയൊക്കെ അല്ല പരിപാടികളും കൂട്ടിക്കൊടുക്കുന്ന പരിപാടി ഉണ്ട് ഇവിടെ. അതൊന്നുമില്ല, ഈ കണ്ടിട്ടില്ല. ഇവിടെ കൂട്ടിക്കൊടുത്തിട്ടില്ല. ഈ കുറെ അമ്മേന്റെ കൊടുത്തിട്ട് ഇവിടെ നിന്നല്ല. കണ്ടതുകൊണ്ട് ചോദിക്കുന്നതാണ്. കണ്ടതുകൊണ്ട് ചോദിക്കുന്നതാണ്. ആരെവിടെ വന്ന് കൂട്ടിക്കൊടുക്കാൻ? ഈ കണ്ടോ? സേതുമാധവൻ അറിയോ? പേര് സേതുമാധവൻ. എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയില്ല? സേതുമാധവൻ അറിയില്ലെങ്കിൽ ചോദിച്ചു. കോഴിക്കോടില്ലേ? ഇവിടെ വരുന്ന ആളാണല്ലോ പറഞ്ഞത്. ഇവിടെ മരുന്നിന് വന്ന ആളാണ്. ഓനൊരു കല്യാണം കഴിച്ച് ആ ഭാര്യ മരിച്ച്, ഓനൊരു ചെക്കനുണ്ട്. നിങ്ങൾക്കൊരു സേതുമാധവൻ എന്ന് പറഞ്ഞ ഒരാളറിയില്ല? ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ സേതുമാധവൻ. എന്നാ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അതാ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ വന്ന ആളാണെന്നാ ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇവിടെ വന്ന ഒരാള്
ആയിട്ട് എന്റെ അമ്മയ്ക്ക് ഒരു അവിഹിതം പോലെയുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിൽ, അവിഹിതം പോലെയുള്ള ബന്ധമല്ല, അവിഹിതം ഉണ്ടെങ്കിൽ അതിന് കാരണക്കാരനാരാ? അത് നിങ്ങളും കൂടി കാരണക്കാരൻ. ഞാൻ നിർത്തും. അല്ല, നിങ്ങൾ നിർത്തോ? എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിർത്തിയില്ല? എങ്ങനെ സംഭവം ഉണ്ടാക്കി? നിങ്ങൾ എത്ര കാലം മുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? നിങ്ങളെ സ്ഥാപനത്തിൽ നടന്ന കാര്യം, നിങ്ങളെ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യം എന്തുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ല? നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ച് പറയില്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിക്ക് നിന്നാലോ. കാരണം നിങ്ങളെ കെയർ ഓഫിൽ വന്ന ആൾ ഇവിടെ നിങ്ങളെ ആവശ്യത്തിന്, അയാളുടെ ആവശ്യത്തിന് നിങ്ങളെടുത്ത് വന്ന് പല ആളുകളിലേക്ക് ഇവിടെ ആവശ്യം. പല ആൾ വരുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരാളെ പേരേ പറഞ്ഞിട്ടുള്ളൂ, ഒരാളെ പേര്. അതെന്തുകൊണ്ടാണ് ഒരാളെ പേര് പറഞ്ഞു? തെളിവുണ്ടെന്നാൽ ആരാണ്? ഇവൻ തന്നെ തെളിവുണ്ട്. ഞാൻ ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ ചോദിക്കി. നിങ്ങൾ അത്ര ധൈര്യം ഉണ്ട്, നിങ്ങളെ സ്റ്റാഫാണ്, നിങ്ങൾ അറിയാത്ത ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട് ചോദിക്കി. ഞാൻ അറിയാത്ത പരിപാടി നടന്നില്ല. ഞാൻ കണ്ടില്ല. ഞങ്ങൾ അറിഞ്ഞ പരിപാടിയാണ്, ഞങ്ങൾ അറിഞ്ഞ പരിപാടിയാണ്. ഇവിടുന്ന് നട്ടപ്പാതിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയാണ്ട് രാത്രി അങ്ങാടി കിടന്നുറങ്ങിയൊരു ദിവസം നിങ്ങൾക്കറിയാം. ഇത് കാരണം എന്റെ കയ്യും കാലും വിളിച്ചാണ്ട്, എന്റെ ഫോൺ വിളിച്ച് എന്റെ കയ്യും കാലും വിളിച്ച അല്ലെ അയാളെ കൂടെ കൊണ്ടുവരാം. നിങ്ങൾ ഞങ്ങളെപ്പുറം പോരണം. അയാളെ ഞങ്ങൾ കാണിച്ചു തരാം. അയാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഞങ്ങളെപ്പുറം പോകാൻ കാണിച്ചു തരാം. കാരണം എന്താ പറയുക, ഇത് നിങ്ങളെ ആവശ്യമാണ്. കാരണം നിങ്ങളെ സ്ഥാപനത്തിൽ വരുന്ന സ്റ്റാഫ് നിങ്ങളെ സ്ഥാപനത്തിൽ വെച്ചിൽ എന്തെങ്കിലും വേണ്ടാത്ത രീതിയിൽ ഒരു കാര്യം പെരുമാറില്ല, നിങ്ങളെ ഉത്തരവാദിത്തമാണ്. എന്നോട് ഇങ്ങനെ സംഭവം എന്താ പറയുന്നത്? നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കെന്താ? ഇപ്പൊ ഞാൻ പറഞ്ഞോ, അത് പറഞ്ഞ കാര്യം സത്യമാണോ നിങ്ങൾ ആദ്യം അന്വേഷിക്കണം. എനിക്ക് അത്രേ അറിയാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണോ നിങ്ങൾ ആദ്യം അന്വേഷിക്കണം. തുടങ്ങിയൊന്നല്ലേ കൊല്ലം വീട്ടില് റിലയൻസ് ഫോൺ വാങ്ങി എന്തിനു ചോദിച്ചു? പണ്ട് ലാൻഡ് ഫോൺ. അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി. നിങ്ങൾക്ക് ഈ പരിപാടി കൂടി ഉണ്ടല്ലേ? അല്ല, നിങ്ങൾ ഇത്രയും പുച്ഛത്തോട് കൂടി പറയുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ പറയില്ല, ഞാൻ നിർത്തുകയും ചെയ്യാതെ. എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ എന്താ ഒന്നും അറിഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ വേണ്ട, നിങ്ങൾ എന്റെ അമ്മയായിട്ടുള്ള എന്താ പറയാ ഇവിടെ നിന്ന സ്റ്റാഫ് എന്നുള്ള ഒരു ഒറ്റ ലെവലിൽ മാത്രമേ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ അന്വേഷിക്കണം. കാരണം ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന സ്റ്റാഫ് എന്തൊക്കെ ഒരു പ്രാവശ്യം ഞാൻ വന്ന ടൈമിൽ നാട്ടിനോടെ കുത്തിരിക്കുകയും നട്ടപ്പാതിരക്ക്. പറയാനാരാ? പറയാൻ നിങ്ങളാരാ? ഞങ്ങൾക്കിപ്പോ പറയേണ്ട ആവശ്യം എന്താ പറയുക? നിങ്ങളോട് നല്ല രീതിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ, പക്ഷെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞാൻ എന്താ അംഗീകരിക്കണ്ടേ? ഞങ്ങൾ നിങ്ങളോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. കയറി വരുമ്പോ ഒരു പീഡിയ, ഒരു ആയുർവേദ ഫാർമസി, ആയുർവേദ ഫാർമസി അതായിട്ട് കാണണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെ, എനിക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്ന് പറയാം. നിങ്ങൾ അങ്ങനത്തെ ഒരു ന്യായമല്ല പറയേണ്ടത്. ഞാൻ എന്താ പറയേണ്ടത്? അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ചെയ്യുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ ഒരു ഫാർമസിയിലാണ് അവിടെ. കേട്ടോ, എനിക്ക് നിങ്ങളോട് ആദ്യം വർത്താൻ പറയാനാവില്ല. എന്നാ വേണ്ട, ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി. നിങ്ങൾ ഞങ്ങളോട് ഇങ്ങോട്ട് മറുപടി പറയണ്ട, ഞങ്ങൾ പറയുന്നത് കേൾക്കണം. മറുപടി പറയും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്നാകും. അല്ല, അതുകൊണ്ട് നിങ്ങളിപ്പോ എന്താ വേണ്ടത് വെച്ചാല് നിങ്ങൾക്ക് അമ്മേനെ പഠിപ്പിക്കാണ്ട് അമ്മേനെ കൂട്ടി പഠിപ്പിക്കാം. അങ്ങനെ അമ്മേനെ മാത്രം പഠിപ്പിച്ചാൽ പോലെ. ഇനി ഞങ്ങൾ ഈ ഒരു കാര്യത്തിന്റെ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ പറയേണ്ട ഉത്തരാണ്. ഇന്റെ അമ്മ കുറെ സ്ഥാപനത്തിൽ വരുന്ന മറ്റേനാണോ എന്നുള്ളത് അത് നിങ്ങൾ പറയേണ്ട ഉത്തരാ. ഈ സ്ഥാപനം അതിന് വേണ്ടി നടത്തുന്നതാണോ? നിങ്ങളെ സ്ഥാപനമാണ് നിങ്ങൾ പറഞ്ഞില്ലേ? അമ്മേനെ അങ്ങനെ ആവശ്യത്തിൽ എന്നാ പിന്നെ ഈ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്, അതിന്റെ ഉത്തരവാദിത്തം ആരാ? ഞങ്ങളാണോ അല്ല നിങ്ങളാണോ? ഞാൻ അറിഞ്ഞില്ല, ഞാൻ നിർത്തും. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങളാണോ ഞങ്ങളാണോ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ അറിഞ്ഞു. എന്നാ അതിനെ കുറിച്ച് അന്വേഷിച്ചാണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് നോക്കി. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു കുളിക്കല്ല? അപ്പൊ എനിക്ക് നിങ്ങളെ പെരുമാറ്റം കണ്ടിട്ട് തോന്നുന്നു നിങ്ങൾക്ക് ഇത് കാര്യം അറിഞ്ഞോണ്ട് തന്നെ ഞങ്ങൾ ചെയ്തെന്നാ. കാരണം നിങ്ങളൊരു സ്ഥാപനത്തിൽ ഇമ്മാതിരി ഒരു പരിപാടി നടന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ ഇതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാനില്ല. ഈ പറഞ്ഞ മതി, ഞാൻ അറിഞ്ഞാൽ അത് നിർത്തും. ഇത് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങനത്തെ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിനോട് ഇത്ര കമ്മിറ്റ്മെന്റ്, സ്ഥാപനത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് ഇത്ര കമ്മിറ്റ്മെന്റ്. ചെങ്ങായിന്റെ ഈ വീട്ടിൽ കൂടലിനൊക്കെ പോലെ ഒരുമിച്ച് പോയി. എന്നിട്ടാണ് ഓനെ അറിയില്ലാന്ന് പറഞ്ഞത്. കൊറ്റമ്മലുള്ള അത് നമ്മളെ ഊമ്പിക്കുക. അപ്പൊ അതെന്താ ഇതിൽ പരിപാടി ഉള്ളത്? അപ്പൊ അതിലെന്താ പരിപാടി ഉള്ളത്? കാരണം സതി തന്നെ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം സതി തന്നെയാണ്. ഒരു പരിധി കൂടുതൽ ഒരാൾക്കാർ ഏതൊരാണുങ്ങളാണെങ്കിലും കയ്യും കാലും കാണിക്കുകയാണെങ്കിലും ഒരു പെണ്ണുങ്ങൾ അതിനനുസരിച്ച് നിൽക്കരുത്. ഒരാൾ മാത്രം കാരണക്കാരും ഒരു കാര്യത്തിലും ഞാൻ പറയില്ല. ഒരു കാര്യത്തിലും എന്തൊരു പ്രശ്നം ഉണ്ടോ അതിൽ രണ്ടാൾക്കാരുണ്ട്. ഒരാണും പെണ്ണും നമ്മൾ പ്രശ്നം ഉണ്ടോ? രണ്ടാൾക്കാർ ഈക്വലാണ്. ഏത് രണ്ടാൾക്കാരാണെങ്കിലും രണ്ടാൾക്കാരും അതിന് തുല്യ അവകാശമാണ് എന്തൊരു കാര്യത്തിനും. ഒരാൾ മാത്രമല്ല. ഞാൻ മലയാളത്തിൽ ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞു, അമ്മ ഞങ്ങൾ പീഡിയ പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ കയറി വരുന്നവർക്ക് അത് പീഡിയായിട്ട് തോന്നുന്നു മാത്രമേ പറഞ്ഞുള്ളൂ.
ഞങ്ങൾ ജീവിക്കണ്ട, ഞങ്ങൾക്ക് അറിയാമെന്നുള്ള അമ്മയ്ക്ക് അറിയാലോ. ഞങ്ങളെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുള്ള അറിയാം. പക്ഷെ എന്തുകൊണ്ടെന്നറിയോ, അന്ന് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത്, ആ സമയം തൊട്ട് ഞാൻ 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയം, ഓനപ്പത്രയിലായിട്ട് 4ലോ 5ലോ ആ സമയം മുതലുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് ഞങ്ങൾ മിണ്ടില്ലാന്നറിയോ, ഞങ്ങൾക്ക് നാണക്കേടാവരുതെന്ന് വിചാരിച്ച് ഞങ്ങൾ മിണ്ടിയില്ല. ഒരു രാത്രി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങാടിയിൽ എലന്തേന്റെ മുകളിൽ കിടന്നുറങ്ങി, നിങ്ങൾക്കറിയോ. പക്ഷെ അന്നും ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയാം, നിങ്ങളെ പീഡിയയിൽ വരുന്നതിനും നിങ്ങളെപ്പോഴും പീഡിയ പൂട്ടിക്കാണ്ട് ഇറങ്ങി പോകുന്നതിലും ഇതിലൊക്കെ പല ആൾക്കാരും പലതും പറഞ്ഞു. ഇല്ല എന്ന് പറയുന്നില്ല, ആൾക്കാർ പറയുന്നത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളെ ഭാര്യയാണ് വേറെ സ്ഥാപനത്തിൽ നടന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന വെച്ചാൽ പല ആൾക്കാരും പലതും പറയും. പക്ഷെ ആൾക്കാരെ ചെവിട് ആൾക്കാർ പറയുന്ന പറഞ്ഞോട്ടെ. പക്ഷെ അവിടെയും ഒരു ന്യായം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെന്നറിയോ, നിങ്ങളെ തമ്മിൽ വേണ്ടാത്ത ഒരു രീതിയിലും ഒരാളും കണ്ടിട്ടില്ല എന്നുള്ളത്. കാരണം കൂടെ നടക്കുന്നു, ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർ കൂടെ നടക്കുന്നു, കൂടെ വരുന്നു, ഒരുമിച്ച് വരുന്നു, പീഡിയ വർക്കുന്ന ഒരുമിച്ച് ഇറങ്ങി പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ഇതിന്റെ മുന്നേ ഒന്ന് നിങ്ങളോട് പറഞ്ഞത്. അപ്പോഴും അതിലും ഞാൻ ഒരു തെറ്റായിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ തെറ്റ് കണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടത് തെറ്റ് കണ്ട തന്നെ അതെന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അടുത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. അവനാന്റെ ആവശ്യത്തിന് ഇപ്പൊ എന്റെ അമ്മ ഇവിടെ പീഡിയ വർക്ക് ചെയ്യാം, ഇതിന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഉണ്ണിക്കുട്ടൻ എന്തെങ്കിലും ആവശ്യത്തിന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഇവിടേക്ക് പറഞ്ഞേൽപ്പിക്കേണ്ടി വന്നാലോ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെയ്യേണ്ടി വരികയെന്ന് വിചാരിച്ചോളൂ. ഇനി വേണ്ട, ഇനിയിപ്പോ അമ്മ പറഞ്ഞില്ല കല്യാണ കാര്യം, ഓക്കെ കല്യാണ കാര്യത്തിൽ എന്റെ അമ്മേനെ കാണാൻ, എന്റെ പെണ്ണിന്റെ പുറക്കാർ, ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ പുറക്കാരാണെങ്കിലും ആരാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പീഡിയാണ്, എന്റെ അമ്മ പണിയെടുക്കുന്ന പീഡിയാണ്, നിങ്ങൾ ഇവിടുത്തെ വൈദ്യരാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ തൊട്ടപ്പുറത്തെ റൂം കാണുമ്പോൾ എന്താ ചിന്തിക്കുക, അതൊന്നും നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങളാണ് വേറെ എത്തി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചിന്തിക്കുക? നിങ്ങൾ സമാധാനത്തോട് കൂടി ആലോചിക്കണം. നിങ്ങളെ ഞാൻ വിലയിരുത്താനോ അല്ലെ പ്രായത്തിന്റെ മുകളിൽ കയറി ഞാൻ വർത്തമാനം പറയാമെന്നല്ല. ഇത്രയും സമാധാനത്തോടു കൂടി ഞാൻ പറയുന്നതാണ് ഞങ്ങളുടെ ജീവിതമായി പോയത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ സംഭവം അല്ല അറിയാത്തുള്ളൂ. ഇത് ഈ കാര്യം ഞാൻ പറയുന്നത് ആയിക്കോട്ടെ, അത് ചോദ്യം ചെയ്യുന്നതല്ല. അത് ഇവിടെ പണിയെടുക്കുന്ന ഒരാൾക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്റെ അമ്മേന്റെ കാര്യമല്ല, എന്റെ അമ്മ എന്ന് രീതിയിൽ മക്കൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് അത് നിങ്ങളെ ഭാഗം കഴിഞ്ഞ് മാറുകയാണ്.